Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah ar-Rahman ar-Rahim. Alhamdulillah Rabbil Alameen. Wassalatu wassalamu ala Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in amma ba'd. The most respected, the chairman of FACE campus, Sayyid Zain Bafakitangal, the most respected Mr. MP Joseph, and the instrumental of this venture, Yaqub Faizi, and Tasneem, Dr. Anwar, and there are a lot of dignitaries on the floor, the participants and the winners, parents. I have been coming to this campus often for the past many years. The first program I attended the campus was to refine the students, to give them opportunities to different universities, higher education institutions like IIT, IAS, IIRS, and other central universities. And I am very impressed the way this institution is grooming the students, preparing them to be the future leaders. On that journey, I think they found out this communication is very important. When I was a student in Malaysia in International Islamic University, there were a lot of other co-curricular activities going on. One day I saw a notice in a notice board that there will be a debate club will be going on in the evening of some weekends. I just dropped by and I listened to them. So I had the inspiration to join with them. The man who is conducting, the word from him really make me to think. He said, I am a professional engineer and I have done other management courses also. But what I am today is different. It is totally, my profession is totally different from what I have learned. Because he had successfully finished the communication skills courses and he had been practicing public speaking, debating, and a big company hired him and he was paid a big salary. ഇവിടെ നമ്മുടെ കുട്ടികൾ ഒരുപാട് മേഖലകളിൽ പഠിക്കുന്ന ഫേസ് ക്യാമ്പസിനെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബഹുമാനപ്പെട്ട സൈൻ ലാബി ബാഫക്കി തടങ്ങൾ ഈ ക്യാമ്പസിലേക്ക് എന്നെ വിളിക്കാറുണ്ട്. ആ വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ വിവിധ ക്യാമ്പസുകളിലേക്ക് ഉന്നത പഠനത്തിന് വേണ്ടി അവരെ പൂൾ ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലാണോ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് ആ രീതിയിലൊക്കെ അവർക്ക് എല്ലാ രീതിയിലുമുള്ള സൗകര്യം ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും നല്ല പ്രതിഭകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ 3 വർഷമായി ഇവിടെ നടക്കുന്ന ഫേസെക്സ് എന്ന പബ്ലിക് സ്പീക്കിംഗ് കോഴ്സല്ല, അത് പബ്ലിക് സ്പീക്കിംഗ് ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്കറിയാം ടെഡെക്സ് പോലെ ഉള്ള ഒരുപാട് പബ്ലിക് സ്പീക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ
ഞങ്ങളുടെ സ്കൂൾ സ്ട്രൈറ്റ് പാത്ത് ഇൻ്റർനാഷണൽ സ്കൂളിൽ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു സംരംഭമായിരുന്നു. എൻ്റെ മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരിക്കൽ CEO റഫീഖും അന്നത്തെ ഒരു ബ്രിട്ടീഷ് കോച്ചുമായിരുന്നൊരു വ്യക്തിയും വീട്ടിൽ വന്നു. ആ സമയത്താണ് നാളെ മത്സരമുണ്ട്, മകളെ വീട്ടിൽ വന്ന് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ്, ആ സമയത്താണ് ഞാൻ പോലും അറിയുന്നത് എത്ര മനോഹരമായാണ് ആ കുട്ടികൾക്ക് അവരെ നർച്ചർ ചെയ്യുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളറിയാതെ ഇത്തരം അവസരങ്ങൾ കൊടുക്കുമ്പോൾ ആ കുട്ടികൾ അവരിങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ പങ്കെടുത്ത കുട്ടികൾ ഏകദേശം 150ഓളം കുട്ടികൾ 2 ദിവസമായി ഇവിടെ ഈ പബ്ലിക് സ്പീക്കിങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, അവർക്ക് എത്ര മനോഹരമായി, ഒരുപക്ഷെ അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ പാരൻസിനെയും അധ്യാപകരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവസരം കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു വലിയ ആത്മവിശ്വാസം, അവർക്കുള്ള കോൺഫിഡൻസ്, അതാണ് ഇന്ന് സത്യത്തിൽ ഈ ലോകത്ത്, നമ്മളൊക്കെ ഇന്ന് ഡിജിറ്റൽ ലോകത്ത് എല്ലാ രീതിയിലും നമ്മൾ ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വെറും നമ്മുടെ മെയിലുകളും ടെക്സ്റ്റുകളും വാട്സാപ്പുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെയായി നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്ക് നേടാനുള്ള പല അവകാശങ്ങൾ, നമ്മളൊരു മനുഷ്യ സമൂഹമാണ്, നമുക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നമുക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മലാല യൂസഫിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ ചെറുപ്പകാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് അതിനു വേണ്ടി ശ്രമം നടത്തിയപ്പോൾ വെടിയുണ്ടയേറ്റ ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ആ വെടിയുണ്ട മുല്ലപ്പൂ പോലെ അതെടുത്തുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ലോകത്തിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിൽ നിന്നും പെൺകുട്ടികൾക്ക് മോചനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അംബാസഡറായി, UN അംബാസഡറായി മാറി എന്നുള്ളത്, അത് അവർ വ്യത്യസ്തമായി ചിന്തിച്ചത് കൊണ്ടാണ്. 1 pen, 1 teacher, 1 book can change the world. അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇനിയുള്ള കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഗാസയിലും പലസ്തീനിലൊക്കെ ഇന്നറിയാം, ഇന്ന് സയൻസ് ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നു. ആ ടെക്നോളജി ഇന്ന് ലോകത്തെ എല്ലാം കൺട്രോൾ ചെയ്യുമ്പോഴും ആ ടെക്നോളജി തന്നെയാണ് ജനസൈഡിനെ സഹായിക്കുന്നതും. അത്തരം ജനസൈഡിനെ നോട്ട് ടു ടെക്നോളജി നോട്ട് ടു ജനസൈഡ് എന്നൊരു ക്യാമ്പയിൻ പല ടെക്നോക്രാറ്റ്സ് തുടങ്ങുകയുണ്ടായി. അതിനെതിരെ അവർ ബാൻ ചെയ്യപ്പെട്ടവരെയുള്ള കഥകൾ നമുക്കറിയാം. അപ്പോൾ അപ്പോഴും നമുക്ക് നീതിക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഇന്നലെ ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെടുന്ന നീതിയാണ്. ആ നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ ഫാക്റ്റുകൾ വെച്ച് നമ്മൾ സമർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തെ സംഘർഷാവസ്ഥകൾ അത് കേവലം ഇത്തരം ആയുധങ്ങൾ കൊണ്ട് തീർക്കേണ്ട ഒന്നല്ല. നമ്മൾ ശരിക്ക് ഇരുന്ന് സംസാരിച്ച്, നമ്മൾ ഡിബേറ്റിലൂടെ, നമ്മൾ സമവായത്തിലൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമ്മ്യൂണിക്കേഷൻ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യനെ അതിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കി കൊടുക്കുവാനും അത് സൊല്യൂഷൻ കാണാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്തരം വളരുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ദേ ക്യാൻ മാസ്റ്റർ ദ വേൾഡ്, ദേ ക്യാൻ മാസ്റ്റർ ദ ഫ്യൂച്ചർ. ആ രീതിയിലുള്ള അവസരങ്ങളാണ് ഫേസ് എക്സ് എന്ന ക്യാമ്പസ് ഇന്ന് 2 ദിവസമായി തുടങ്ങുകയും ഇവിടെ മനോഹരമായി ഇന്ന് ഓൾ ഇന്ത്യ ലെവലിൽ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇവിടെ വെസ്റ്റ് ബംഗാൾ ഗവർണർ തന്നെ വന്ന് അവരുടെ ലോക് ഭവനിൽ തന്നെ
ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം വെച്ചതൊക്കെ ഇത് എത്രത്തോളം ഇത് ക്രെഡിബിലിറ്റി ഉണ്ട് എന്നതിനുള്ള ഒരു തെളിവാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് സാർ അടക്കമുള്ള ആളുകൾ, അതുപോലെ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന നിരവധി ആളുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ യാക്കൂബ് ഫൈസി എപ്പോഴും പറയാറുണ്ട്, ഒരു ഫൈസിയായി സാധാരണ നമ്മൾ ഒരു മുസ്ലിയാർ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അത് വലിയൊരു ഫേസ് ലിഫ്റ്റിന്, ഇവിടെ പാരഡൈം ഷിഫ്റ്റിന് ഇവിടെ വലിയ അവസരമായി എന്നുള്ളത് അത്തരം ആളുകൾ ചിന്തിക്കുമ്പോഴുണ്ടാവുന്ന ഒരു വലിയ വ്യത്യസ്തതയാണ്. അപ്പോൾ അത് തീർച്ചയായും അതിലൂടെ നമുക്ക് ഈ കേരളീയ സമൂഹത്തിന് നമുക്കൊരു വലിയ അസറ്റായി നമ്മുടെ കുട്ടികൾ ഇതിൽ മാറും. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഒരുപക്ഷെ ഒന്നാം സ്ഥാനം കിട്ടില്ല. ഇവിടെ ടേക്കിംഗ് പാർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്, വിന്നിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ടേക്കിംഗ് പാർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവസരങ്ങൾ വരും. ആ അവസരങ്ങൾ നിങ്ങൾ പങ്കെടുത്തു എന്നുള്ളത് തന്നെ വിജയത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവരും ഇനിയും പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഭാഗം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.